നമസ്കാരം. ഇപ്പോൾ ഒരു ചെറിയ സംഭവം ഉണ്ടായി. മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ വല്ലാർപാടം പള്ളിയിൽ പോയിരുന്നു ഒരു സുഹൃത്തിൻ്റെ ഫാമിലിയുമായിട്ട്. അപ്പോൾ അവിടെ അവർ പള്ളിയിലേക്ക് കയറി. അപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര കരച്ചിൽ, കണ്ണേ കാലെ കരയണേ, ഒച്ചത്തിലാണ് കരച്ചിൽ. ഒരു സ്ത്രീ ശബ്ദമാണ്. അപ്പോൾ ആരാണെന്ന് ഞാനിങ്ങനെ ചുറ്റും നോക്കിയിട്ട് മനസ്സിലായില്ല. പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു സ്കൂട്ടറിലിരുന്ന് ഒരു പെൺകുട്ടി കരയണേണ്. ഫോണിൽ നോക്കിയിരുന്ന് ഭയങ്കര കരച്ചിലാണ്. ഒച്ചത്തിലാണ് കരയണത്, പരിസര ബോധമില്ലാതെ. അപ്പോൾ ഞാൻ ആ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ച്. അപ്പോൾ എന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ കരഞ്ഞ് ചുമന്നിങ്ങനെ ഇരിക്കണേ. ഒന്നുമില്ല നിങ്ങളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഒന്നുമില്ലാണ്ട് വെറുതെ കാര്യമില്ല മോളെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞു. ശരി മോളെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചിങ്ങനെ നടന്ന്. പിന്നെ എനിക്ക് തോന്നി ആ കരച്ചിലങ്ങനെ കണ്ടിട്ട് തിരിച്ചു പോരാൻ പാടില്ലല്ലോ. ഞാൻ വീണ്ടും ചെന്നിട്ട് പറഞ്ഞ് മോളെ അങ്കിൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ കേൾക്കാമെന്ന് പറഞ്ഞു സങ്കടത്തോടു കൂടി. ഞാൻ പറഞ്ഞ് നീ കരയാൻ പാടില്ല. നീ ആദ്യം ചെയ്യേണ്ടത് നീ നിന്നെ തന്നെ സ്നേഹിക്കണം. നിൻ്റെ സുഹൃത്തുക്കളെക്കാൾ ഉപരിയായിട്ട്, മറ്റുള്ളവരെക്കാൾ ഉപരിയായിട്ട് നീ നിന്നെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം. കാരണം സുഹൃത്തുക്കളെന്ന് പറയുന്നത് അവരിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. സ്കൂളിലുണ്ടാവും, കോളേജിലുണ്ടാവും, ഓഫീസിലുണ്ടാവും. അതൊക്കെ ഇങ്ങനെ വന്ന് കടന്നു പോകുന്ന അതിഥികളാണ് അല്ലേ. എനിക്കും ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതുപോലെ പലരും അങ്ങനെ വന്ന് കടന്നുപോയി. പലരും ഇപ്പോൾ കൂടെയുണ്ട്. പക്ഷേ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മളാണ് ജീവിക്കേണ്ടത്. നീ അതുപോലെ നാളെ നിൻ്റെ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും എല്ലാം കടന്നു പോകുന്നൊരു ദിനം നിൻ്റെ ജീവിതത്തിലും വരും. അപ്പം നീ നിന്നെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇന്ന് സുഹൃത്തുക്കളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം, അവരോട് എന്ത് സംസാരിക്കണം, അവരെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെയാണ് നീ ചിന്തിക്കണത്. എല്ലാം വേണം. പക്ഷേ നീ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നീ നീ എന്തായിരിക്കണം അല്ലേ. നീ എത്രത്തോളം നന്നായിട്ട് പഠിക്കണം, നിൻ്റെ ലൈഫിൽ നിൻ്റെ കരിയർ നീ എങ്ങനെ സെറ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് നീ ചിന്തിക്കാൻ തുടങ്ങും. അപ്പം നീ അതൊക്കെ ചിന്തിച്ച് നീയായി മാറുമ്പോൾ നീ ഇന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നിന്നെ തേടി വരും. ആ ഒരു സമയം, ആ തേടി വരുന്നതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. നമ്മൾ ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. മറ്റുള്ളവരിൽ നിന്ന് പലതും ആഗ്രഹിക്കുമ്പോഴാണ് സങ്കടങ്ങൾ വരുന്നത്, കരച്ചിലൊക്കെ വരുന്നത്. ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ പലർക്കും പലതും ചെയ്തു കൊടുത്താൽ അവിടെ നിന്ന് തിരിച്ചു കിട്ടും എന്നും നീ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് നീ ജീവിതത്തിൽ തോക്കാൻ പാടില്ല. നീ കരയാൻ പാടില്ല. ഞാൻ ചോദിച്ചു കരയുമെന്ന് ചോദിച്ചു. ഇല്ലെങ്കിലേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ നിൻ്റെ കണ്ണുനീര് കൊടുക്ക്. നീയായിട്ട് ജീവിക്ക്, നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും ഏട്ടാ. ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവം കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ദൈവത്തോടൊപ്പം നീ നിൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുക. നീയായി കഴിയുമ്പോൾ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം നിൻ്റെ ജീവിതത്തിൽ നിന്നെ അന്വേഷിച്ച് വരും ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു സ്നേഹത്തിന് മുമ്പിലും നീ തോറ്റു കൊടുക്കരുത്, കരയരുത്. ഒരു സുഹൃത്തിന് മുമ്പിലും നീ തോറ്റു കൊടുക്കരുത്, കരയരുത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് അവർ ഫാമിലിയായിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കണേ. അപ്പം ഞാനീ സംസാരിക്കണവർ കേട്ടിട്ടില്ല, ദൂരെ നിന്ന് ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കണമല്ല. അങ്ങനെ അവർ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമായിരുന്നു. അപ്പോൾ അവരോട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് അതിന് ശേഷം ഞാൻ കാറെടുത്ത് തിരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്നെ നോക്കി നിൽക്കണേ. എന്നിട്ട് അവിടെ നിന്നിട്ടുണ്ടല്ല ഒരു 70 mm അവക്കടെ ചിരി. അവളെനിക്ക് ടാറ്റ തന്നു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ചിരിച്ചുകൊണ്ട്. അവക്കടെ കരച്ചിലൊക്കെ അങ്ങോട്ട് പോയ വഴി കണ്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് അയ്യോ ആ കൊച്ചിൻ്റെ ചിരി കണ്ടാന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ കരിയർ നമ്മൾ സെറ്റ് ചെയ്യുക. മനസ്സിലായ? അപ്പോൾ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ജീവിതം തോറ്റു കൊടുക്കാനുള്ളതല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞു കാണിക്കാനുള്ളതല്ല, ജീവിച്ച് കാണിക്കാനുള്ളതാണ്. ഓക്കെ.